നമ്മുടെ സർക്കാർ ജയിൽ പുള്ളികളുടെ വരുമാനം വൻതോതിൽ വർദ്ധിപ്പിച്ച ഈ സാഹചര്യത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജയിലിൽ പോയി കഴിഞ്ഞാൽ നടക്കുവോ? വല്ലതും നടക്കുവോ? കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ആൾക്കാർക്കാണ് നിർബന്ധമായും ജോലി ചെയ്യണം എന്നുള്ള കോടതി വിധിയുള്ളത്. എന്നിരുന്നാലും ചെറിയ ചെറിയ കേസുകൾക്കൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ജോലി ചെയ്യാം. ഇവിടെ ഇനി എന്തൊക്കെ ജോലിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാം. ചപ്പാത്തി, റൊട്ടി, ബേക്കറി ഐറ്റംസ്, ചോറ്, ബിരിയാണി ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ തയ്യൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കൃഷിപ്പണി എടുക്കാം. പിന്നെ ക്ലീനിങ് ചെയ്യാം. CCTV ഇൻസ്റ്റലേഷൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ജോലികൾ അവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ചെയ്ത ജോലി നോക്കിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ നിങ്ങൾ സെലക്ട് ചെയ്യും. ഇന്ന ജോലിക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പ്രായമായിട്ടുള്ളവരോ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റൂല. കാരണം നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ട് പറയും ഈ ആൾ ജോലി ചെയ്യാൻ പ്രാപ്തനല്ല എന്നുള്ളത്. ഇനി അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റി എന്നിരിക്കട്ടെ, ഈ കിട്ടുന്ന പൈസ അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. കാരണം ഇതിന്റെ 30% നിങ്ങൾ ആരോടാണോ ക്രൈം ചെയ്തത് അവർക്ക് പോകും. ഒരു 50% നിങ്ങളുടെ ഫാമിലിക്കും പോകും. ബാക്കിയുള്ള 20% അതാണ് നിങ്ങൾക്കുള്ളത്. അതിൽ നിന്ന് കുറച്ച് പൈസ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സേവിങ്സ് ആയിട്ട് വെച്ചിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് യൂസ് ആക്കാം. ഇനി കുറ്റവാളികളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് സർക്കാരിന് എന്താണ് ലാഭം എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർ അവര് നിർമ്മിച്ച സാധനങ്ങൾ പൊതുജനങ്ങളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട്. പച്ചക്കറികൾ എത്തുന്നുണ്ട്. ഈ ഫുഡൊക്കെ ഫ്രീഡം എന്ന ബ്രാൻഡില് സ്വിഗ്ഗി വരെ ഓർഡർ ചെയ്ത് എടുത്തിട്ട് ഡെലിവറി ആക്കുന്നുണ്ട്. അതിലൂടെ സർക്കാർ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങൾ അതല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ എല്ലാത്തിനും കുറ്റം പറയാൻ നിൽക്കാണ്ട് ഇതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് മാത്രം വാ തുറക്കുക. അതോടൊപ്പം തന്നെ മണ്ടനായിട്ടുള്ള നിങ്ങളുടെ ചങ്ക് പറഞ്ഞു കേട്ട് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോയി കാശുകാരനാവാം എന്നുള്ള വ്യാമോഹം, ആ മണ്ടത്തരം ഒഴിവാക്കുക. ഓക്കെ.